ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും mjtechtravelന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുനമ്പത്താണ്. മുനമ്പം എന്ന് വെച്ചാൽ വൈപ്പിൻകരയുടെ വടക്കേ അറ്റമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വൈപ്പിൻകരയൊക്കെ കേട്ടിട്ടുണ്ടാവും, എറണാകുളം ജില്ലയിലെ വൈപ്പിൻ. അപ്പോൾ ഈ വൈപ്പിൻകരയിലാണ് ചെറായി ബീച്ചും കുഴുപ്പള്ളി ബീച്ചൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മുനമ്പം ബീച്ചും. അതായത് മുനമ്പം ബീച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുനമ്പം പുലിമുട്ടാണ് കേട്ടോ ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന പുഴ കണ്ടോ, പുഴയും കടലും കൂടി ചേരുന്നൊരു ഭാഗമാണത്. ഇതിൻ്റെ തൊട്ടക്കരയിൽ കാണുന്നതാണ് അഴീക്കോട്. അഴീക്കോട് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ല കേട്ടോ. അപ്പോൾ അതായത് എറണാകുളം ജില്ലയുടെ ഒരു നോർത്ത് എൻഡായിട്ട് വരും ഇത്, ഈ മുനമ്പം എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കംപ്ലീറ്റ് ചീനവലകളാണ് കേട്ടോ. അപ്പോൾ അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. മീനുകൾ പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടക്കരയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വരുന്ന പുഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിയാർ ഒഴുകി വരുന്നതാണ് ഈ കാണുന്നത്. പെരിയാർ ഒരു കൈവഴിയായിട്ട് വന്ന് ചേരുന്നതാണ് ഈ മുനമ്പം ഭാഗത്തു കൂടി വരുന്നത്. അതായത് പെരിയാർ ആലുവപ്പുഴയിൽ വന്നിട്ട് ആലുവപ്പുഴ വന്ന് ഇവിടെ വന്ന് ചേരുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വൈപ്പിനിലും ഇതുപോലെ വരുന്നുണ്ട്. പെരിയാർ രണ്ട് വഴിയായിട്ട് വന്നിട്ട് പെരിയാർ അറബിക്കടലിലേക്ക് വരുന്നത് മുനമ്പത്ത് കൂടിയും വൈപ്പിനിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുനമ്പം ബീച്ചിലാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതും അങ്ങനെയുള്ള ഒരുവിധം സംഭവങ്ങളൊക്കെ ഉണ്ട്. വാട്ടർ സ്പോർട്സ് അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ക്ലോസ് ആയിട്ട് കിടക്കുന്നതാണ്. ഉണ്ടോ, കടകളൊക്കെ ഉണ്ട്, പാർക്കുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഓപ്പൺ അല്ല. ഇന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ ആസ്വദിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിതൊക്കെ കഴിയുമ്പോൾ, ഈ കൊറോണ കാലങ്ങളൊക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഇവിടെ നന്നായിട്ട് നമുക്ക് കളിച്ച് രസിച്ച് നടക്കാൻ പറ്റുന്നതാണ്. ചെറായി ബീച്ചിനേക്കാളും കൂടുതൽ ഏരിയ ഉള്ളൊരു സ്ഥലമുണ്ട്. അതുപോലെ ചെറായി ബീച്ചിൽ നിന്ന് ഇത്രയും കളിക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലാണ്ട് ഫുട്ബോൾ കളിക്കണമൊക്കെ ഉണ്ട് അവിടെ നിന്നിട്ട്. അതുപോലെ നല്ലൊരു സ്ഥലമാണിത്. പിന്നെ പറയാനാണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്നൊരു ബോട്ട് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ ആയിട്ട് അടുത്ത് തന്നെയാണ് ഈ ഹാർബർ, മുനമ്പം ഹാർബറുള്ള ഒരു വലിയ ഹാർബറാണ്. ഇപ്പോൾ നമ്മൾ മിക്ക സ്ഥലങ്ങളിൽ പോകുമ്പോഴും മുനമ്പം ഫ്രഷ് മീൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാറുണ്ട്. അപ്പോൾ മുനമ്പം ഹാർബർ ഇവിടെയാണ്. ഈ അഴിമുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബോട്ടുകൾ അതുപോലെ വള്ളങ്ങളൊക്കെ മാത്രമേ ഇതിലേ പോകാറുള്ളൂ. കപ്പലൊന്നും ഇതിലേ പോകില്ല കേട്ടോ. കപ്പലൊക്കെ പോകുന്നത് നമ്മുടെ കൊച്ചി വൈപ്പിൻ തുറമുഖത്ത് കൂടിയാണ്. അതിലൂടെ പോണത്. കപ്പൽ പോകാനുള്ള ആഴമൊന്നും ഇവിടെ ഇല്ല. അതെ, ഇപ്പോൾ ഇവിടുത്തെ നമുക്ക് ചീനവല പൊക്കുന്നതാണ്. ഒരു ചേട്ടൻ ഇവിടെ ചീനവല പൊക്കുന്നുണ്ട്. അത് ജസ്റ്റ് എന്താണെന്ന് നോക്കാം നമുക്ക്. ചീനവല പൊക്കിയെടുക്കണം കേട്ടോ. മീനുണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഈ അറ്റത്ത് കുറേ കല്ലുകളൊക്കെ ഉണ്ട്. ഈ കല്ലുകൾ ഇങ്ങനെ താത്തുമ്പോഴാണ്. ഈ സാധനം ഒരു വി ഷേപ്പിലാണ് വരുന്നത്. ഇതിപ്പോൾ പണ്ടത്തെ പോലെ കേട്ടോ, മോട്ടറൊക്കെ വെച്ചിട്ടാണ് പരിപാടികൾ. മോട്ടറിലാണ് താത്തണ. ഇത് ബൈക്കിൻ്റെ ആണോ ചേട്ടാ? എന്ത് വണ്ടിയാണ്? അതാകുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഇത് ചെയ്യാം, പൊക്കേം താത്തയൊക്കെ ചെയ്യാം. ഇന്ന് താത്ത നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് വെറുതെ ലിവർ അങ്ങോട്ട് വിട്ടു കൊടുത്തേച്ചാലേ. നീ അധികം ഇല്ലല്ലോ അല്ലേ? ഇപ്പോൾ പണ്ടത്തെ പോലെ അങ്ങനെയുള്ളൂ. സാധനം പൊക്കെയൊക്കെ ചെയ്യണത് വളരെ എളുപ്പത്തിലാണ്. അതായത് ഈ ഒരു ബജാജിൻ്റെ ഒരു ബൈക്ക് വെച്ചിട്ടുണ്ട്. അതിൽ പുള്ളി ഒരു ചുറ്റണ ഒരു വീല് ഇതൊക്കെ വെച്ചിട്ട് അത് വെച്ചാണ് പൊക്കേം താത്തയൊക്കെ ചെയ്യണത്. അവിടെ ഇതാണ് നമ്മുടെ മുനമ്പം ഹാർബറിലേക്ക് പോണ വള്ളമാണത്. ഇപ്പോൾ മീനൊക്കെ ആയിട്ട് വന്ന വള്ളമാണ്. തൊട്ടപ്പുറത്തും ഇതുപോലെ തന്നെ ഉണ്ടോ, ഒത്തിരി ചീനവലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് വന്നിരിക്കാനായിട്ടൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളാണ്.
ഇവിടെ കുറേ പേര് ഒന്ന് ചൂണ്ടിടുന്നുണ്ട് കേട്ടോ. നല്ല വലിയ മീനുകളൊക്കെ കിട്ടുമെന്നാണ് പറയണത്. ഒത്തിരി പേര് ചൂണ്ടിടുന്നുണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ കുറവല്ല, അപ്പോൾ അത് കാരണം ചൂണ്ടിടുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അവിടെയൊക്കെ നമ്മുടെ വാട്ടർ സ്പോർട്സൊക്കെ നടക്കുന്ന പരിപാടിയൊക്കെ ഇവിടെയൊക്കെയാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. സാധനമൊക്കെ ഇപ്പോൾ കൊറോണയുടെ അടുത്ത് വെച്ചേക്കണമെന്നാണ്. അപ്പുറം കുറേ പേരൊന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് വഞ്ചികളൊക്കെ ഇരിപ്പുണ്ട്. ഉണ്ടോ, നല്ല അടിപൊളി തിരമാലയൊക്കെ തന്നെയാണ്. സൂപ്പറാണ്. എന്താ രസം നോക്കി ഇവിടെ കാണാനായിട്ട്. ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഇറങ്ങി കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയാണ് സംഭവം എന്ന് അറിയാൻ പാടില്ല. തിരയൊക്കെ നല്ല കൂടുതലാണ്. അടിപൊളി ഏരിയ ഉണ്ടാ. ചെറായി ബീച്ചിലൊന്നും ഇത്ര ഏരിയ ഇല്ല. ഇതിപ്പോൾ നേരെ അങ്ങോട്ട് പടിഞ്ഞാറേക്ക് കിടക്കുന്നതാണ് സംഭവം. ഇനി നമ്മൾ അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ കടലിൻ്റെ ഈ തീരം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ എടാ. പിന്നെ നമ്മൾ കടലിലേക്ക് ഇറങ്ങി കിടക്കണ പുലിമുട്ടിലേക്കാണ് പോകണം കേട്ടോ. ഇതിനാണ് പുലിമുട്ട് എന്ന് പറയുന്നത്. അതായത് കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നതാണ്. തിരമാലയൊക്കെ അടിച്ചു നോക്കി. അതുപോലെ ചൂണ്ടിടുന്ന ആൾക്കാരൊക്കെ കണ്ടോ. ഈ ഭാഗത്ത് തന്നെ ചൂണ്ടിടുന്ന പരിപാടികൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ പുലിമുട്ടിൻ്റെ കല്ലുകൾക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. എന്താ സംഭവം പ്രത്യേകത എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ഈ പുലിമുട്ടിൽ കയറുമ്പോൾ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കൂട്ടാണ് കേട്ടോ. കടൽ അവിടെയാണ്, നമ്മളിത് ഇവിടെയായിട്ട് നമ്മൾ നിൽക്കുന്ന തൊട്ട് തോന്നുന്നു കേട്ടോ. അതാണ് വ്യത്യാസം കാണുന്നത്. സാധാരണ ചെറായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കടൽ തീരത്തിൽ കൂടി നടക്കണ പോലെ, അല്ലെങ്കിൽ ആ വാപ്പയിൽ കൂടി നടക്കണ പോലെ തോന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി കടലിലേക്ക് ഇറങ്ങി നടക്കാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ ഈ ഫുട്പാത്ത് വരുന്നത്. അതായത് ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയേക്കണ വഴി വരുന്നത് ഇവിടം വരെയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിറച്ച് കല്ലുകളാണ്. ഇതിൽ കൂടെ നമുക്ക് കടലിലോട്ട് ഇറങ്ങി പോകുന്ന രീതിയിൽ പോകട്ടോ. പുലിമുട്ട് ഇങ്ങനെയാണ് പണിതേക്കണം. വലിയ വലിയ പാറക്കല്ലുകളാണ് കേട്ടോ. നോക്കി നടന്നില്ലെങ്കിൽ നിലത്ത് പോവും. അടിപൊളി സ്ഥലം കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ വരേണ്ടതാണ്. ഇവിടെ ഈ ഇതിൻ്റെ പണിയൊക്കെ കിടക്കണാറാണ്. അതായത് ചീനവലയുടെ എന്തോ പണിയൊക്കെ കിടക്കണാറാം. ഇവിടെ കുറേ മരമൊക്കെ കൊണ്ടുവന്നിട്ടേക്കനാണ്. ഇതിൽ കൂടെയൊക്കെ നോക്കി നടക്കണം. അടിപൊളി കല്ലാണ്ട്, വലിയ കല്ലാണ്. സാധാരണ ചെറിയ നിസാര കല്ല് പോലുള്ള കല്ലൊന്നുമല്ല ഇട്ടേക്കണം. ഇതൊക്കെ നോക്കി നടന്നില്ലെങ്കിൽ കാലിലെറ്റി വല്ല വീഴും അല്ലേ. ഒരു പാറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രദേശം മുഴുവനുള്ള പാറയാണ് കേട്ടോ. ഇതൊക്കെ എങ്ങനെ പൊക്കി ഇവിടെ കൊണ്ടുവന്നിട്ടെന്ന് ഞാൻ ആലോചിക്കാം. ഒരു പാറ ഒരു ലോറിയുടെ പകുതി ഉണ്ടാവും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സാധനത്തിൻ്റെ പ്രത്യേകത നക്ഷത്രം പോലെ ഇങ്ങനെ ഉള്ള കല്ലുകളുണ്ട്. അതായത് ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കണ സംഭവം ഉണ്ടത്. ഞാൻ പറയണത് ഇങ്ങനത്തെ പുലിമുട്ടുകൾ വന്നതാണ്. അതായത് ഈ വെള്ളം അടിക്കണ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറിച്ചു പോകില്ല. നല്ല ലോക്ക് പോലെ വീണ് കിടക്കും. മറ്റുള്ള സ്ഥലങ്ങളിൽ പുലിമുട്ടുകൾ പണിതേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില്ല, ഇങ്ങനത്തെ പാറയില്ല. ഈ വെറുതെ കരിങ്കല്ല് മാത്രം ഇട്ടിട്ട് ചെയ്യാനാണ്. ഇതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ കിടന്നോളും. മറ്റേത് ഓരോ തിരകൾ വരുമ്പോൾ എന്ന് വെച്ചാൽ ചെതറി തെറിച്ചു പോകും. ഓരോ തിര വന്നടിക്കുമ്പോഴത്തേക്കും കല്ലുകൾ ഇളകി അവിടെ നേരെ താഴേക്ക് ഇരുന്നിരുന്ന് പോകും. ഇത് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ലാണ്, ഇങ്ങനെ ലോക്കായിട്ടിരിക്കും. ഇതിപ്പോൾ ഞാനിത് ഇവിടെ വർഷങ്ങളായിട്ട് ഇത് കിടക്കണതാണ്. കുറേ വർഷങ്ങളായിട്ട് ഈ സംഭവം ഇങ്ങനെയുണ്ട്. ഈ പുലിമുട്ടിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അതേ സമയത്ത് ഇവിടെ തന്നെ അടുത്തുള്ള ബീച്ചുകളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയം ബീച്ചിൽ കല്ല് ഇടിഞ്ഞു പോക്കും പ്രശ്നങ്ങളും വെള്ളം കയറലൊക്കെയാണ്. പക്ഷേ ഇവിടെ നോക്കിയാൽ നമ്മൾ കടലിലേക്ക് ഒരുപാട് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നേക്കുന്നുണ്ട്. കടലിലേക്ക് ഒരുപാട് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ പുലിമുട്ടിൽ നമ്മൾ നിൽക്കുന്നത്. ഏകദേശം നിങ്ങൾ കടലിൻ്റെ അവിടത്തെ നോക്കിയണ്ടോ, അവിടെ തീരം അവിടെയാണ് കാണുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതും തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ട്. നോക്കിയേ എടാ, ഞാനിവിടെ നിൽക്കുന്നത് പുലിമുട്ടിലാണ്. അങ്ങോട്ട് നോക്കി, അവിടെയാണ് തീരം കാണുന്നത്. ആ ഭാഗത്താണ് തീരം. അത്രയും പുറത്തേക്കാണ് നമ്മളിങ്ങനെ കടലിൻ്റെ അകത്തേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അപ്പുറ സൈഡിലുണ്ട് അഴീക്കോട് ബീച്ച് എന്ന് പറയാം.
അപ്പുറം ഇതുപോലെ തന്നെ നല്ല ലോക്ക് കട്ടകൾ, ഇതിലും കൂടുതൽ നീളത്തിൽ അവിടെ ലോക്ക് കട്ടകൾ ഇട്ട് വെച്ചേക്കണം. അതായത് കണ്ട ഏകദേശം ഒരു സ്റ്റാർ പോലെ തന്നെ ഉണ്ട്, ഇത് സ്റ്റാർ പോലെ തന്നെ ഇട്ട് വെച്ചേക്കണാണ്. അപ്പം നമുക്കിന്ന് ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോവാം. ഇവിടുത്തെ ആ മണ്ണും ആ കളിക്കണ ഏരിയയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ മുനമ്പം ബീച്ചിൻ്റെ എൻട്രൻസിൽ നിന്ന് ഏകദേശം ഞാനൊരു 1 കിലോമീറ്ററോളം കടലിൻ്റെ ഉള്ളിലേക്ക് വന്നേക്കുന്ന കൂട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ മുനമ്പം ബീച്ചിൻ്റെ എൻട്രൻസ് ഞാൻ അവിടെ കാണിച്ചില്ല. അവിടെ നിന്ന് ഇപ്പോൾ ഒരുപാട് ദൂരം നടന്നിട്ടാണ് നമ്മൾ ഇവിടം വരെ വന്നേക്കണം. അത് തന്നെ കടൽ തീരം ആണെങ്കിൽ കിടക്കണം, നോക്കി അത്രയും ദൂരമാണ് കടൽ തീരം കിടക്കുന്നത്. ഇവിടം വരെ വന്നപ്പോഴത്തേക്കും നടന്നിട്ട് എങ്ങനെയായിപ്പോയി. കാരണം നേരിട്ട് നടക്കുന്ന കൂട്ടല്ല, ഈ കരിങ്കല്ലിൻ്റെ മുകളിൽ കൂടെയൊക്കെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ നേരെ താഴേക്ക് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ വന്നത്. ഇനി അങ്ങോട്ട് നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് പതിയെ നടന്നു പോകാം. എന്നിട്ട് അപ്പോൾ ഈ കരിങ്കല്ലൊക്കെ ഒന്ന് കഴിഞ്ഞ് നല്ല ഫുട്പാത്ത് വന്ന ഏരിയ ചെന്നിട്ട് നമുക്ക് ക്യാമറ ഓൺ ചെയ്യാം. ഇവിടെയാണ് സ്പീഡ് ബോട്ടുകളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അതുപോലെ മറ്റേ 2 വീലർ പോലത്തെ ബോട്ടൊക്കെ ഇല്ലേ, വെള്ളത്തിൽ ഓടിക്കാം, ആ സംഭവമൊക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഇപ്പോൾ മാറ്റി വെച്ചേക്കാണ്. ഒരു തീരത്തൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കടപ്പുറത്തൂടെ പോകണുണ്ട്. കുറച്ച് ചേട്ടന്മാർ ഇവിടുന്ന് അവിടെ വലയൊക്കെ ശരിയാക്കുന്നുണ്ട്. ഇനി പണിക്ക് പോയിട്ട് വന്നതാണോ അതോ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് വലയൊക്കെ ചായച്ച് വെക്കണമെന്ന് അറിയില്ല. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാ, ലൈഫ് ഗാർഡുമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക, സീ റഫ് സ്വിമ്മിങ് ഈസ് പ്രോഹിബിറ്റഡ്, കടൽക്ഷോഭം നീന്തുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇപ്പോൾ ലൈഫ് ഗാർഡുമാരൊന്നും ഇപ്പം ഇല്ല. ലൈഫ് ഗാർഡുമാരൊക്കെ ഉള്ള സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ടൂറിസ്റ്റുകൾക്കൊന്നും പ്രവേശിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ആ പരിപാടികളൊന്നുമില്ല. പിന്നെ ഇവിടെ കുറേ പിള്ളേർ ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ, ഇങ്ങനെ കിടക്കുന്നുണ്ടാ. അതേ സമയത്ത് നമുക്ക് ചെറായി ബീച്ചിലാണെങ്കിൽ ഈ ഒരു സൗകര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നോക്കി തന്നെ കാണാൻ പറ്റുന്നുണ്ടോ, നല്ല ഏരിയയാണ് കിടക്കുന്നത്. നമുക്കൊരു ഫുട്ബോൾ കളിക്കണേക്ക് ഒന്ന് നോക്കാം, എന്താ സംഭവം നോക്കാം. ഇതുപോലെ നല്ല ഏരിയ ഉള്ള ബീച്ച് പിന്നുള്ളത് കുഴുപ്പള്ളിയിലാണ്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബീച്ചുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. പിന്നെ ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം അധികം സംഭവം നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. ടൂറിസ്റ്റുകളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ള സൗകര്യങ്ങളൊന്നും ഇപ്പോൾ കാണാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഇവിടെ കുതിരയും ഒട്ടകവും അങ്ങനെയുള്ള സവാരികളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അതുപോലുള്ള സംഭവങ്ങളൊന്നുമില്ല.
ഇവിടെ ഒരുപാട് മരങ്ങളും സംഭവങ്ങളും പാർക്ക് പോലുള്ളതും കുട്ടികൾക്ക് കളിക്കാനുള്ളതും എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏകദേശം മുനമ്പം ബീച്ചിനെ കുറിച്ചൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും, മുനമ്പം ബീച്ചും പുലിമുട്ടിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒത്തിരി ഹോട്ടലുകളും റിസോർട്ടുകളും അങ്ങനെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതോടൊപ്പം നിങ്ങളൊന്നും പേടിക്കേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ് ചെറായി ബീച്ച്, കുഴുപ്പള്ളി ബീച്ച്, അതൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.